ഇനി നമ്മൾ മെയിൻ വൈബ്രേഷനെ പറ്റി പറഞ്ഞില്ലല്ലോ. വൈബ്രേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. പിന്നെ DNA-ലുണ്ടായ ട്രയംഫിൻ്റെ തന്നെ ഒരു കുഞ്ഞാട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. നിങ്ങൾക്കിപ്പം വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാ വണ്ടി എന്നുള്ള കാര്യം. ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ട്രയംഫിൻ്റെ സ്പീഡ് 400 കേട്ടോ. ഞാനിപ്പം കുറച്ച് നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കിടിലം വണ്ടി എന്ന് വെച്ചാൽ കിടിലം വണ്ടി കേട്ടോ. ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ വണ്ടിക്കകത്ത്, ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ലുക്സ് തന്നെ ഉണ്ടില്ല, അത്യാവശ്യം കിടിലം ലുക്സ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വേറൊരു സംഭവം പറഞ്ഞുതരാം. നമുക്ക് ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് ശരിക്ക് ട്രയംഫും ബജാജും കൂടെ കൊളാബ് ചെയ്ത് ഇറക്കിയ വണ്ടിയല്ലേ, അപ്പം ഇത് ബജാജിൻ്റെ ആയിട്ടുള്ളൊരു ക്യാരക്ടർ കാണിക്കുന്നതല്ലേ, ട്രയംഫിൻ്റെ ബാഡ്ജ് വെച്ചിട്ട് ബജാജിൻ്റെ ഒരു ക്യാരക്ടറുള്ള വണ്ടിയല്ലേ എന്നൊക്കെ നിങ്ങൾ കുറച്ച് ആൾക്കാർ വിചാരിക്കും. എന്നുവെച്ചാൽ ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് വരെ എനിക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാമല്ലോ, വണ്ടി ഓടിച്ചു കഴിഞ്ഞ് ഒരു 1-2 കിലോമീറ്റർ അത്രയും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ബജാജിൻ്റെ ആയിട്ട് യാതൊരു സംഭവമില്ല. ഇതൊരു ട്രൂ ട്രയംഫ് കേട്ടോ. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ട്രയംഫിൻ്റെ DNA-ലുണ്ടായ ട്രയംഫിൻ്റെ തന്നെ ഒരു കുഞ്ഞാട്ടോ. ഇത് നമ്മുടെ സ്പീഡ് 900 ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞനിയനായിട്ട് വരും സ്പീഡ് 400. ഏകദേശം അതേ ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ്. എനിക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ബോണിയോലൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ബോണിയോയിൽ ഇതുവരെ ഓടിച്ചിട്ടില്ല, എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ റിവ്യൂസും വീഡിയോസും ഒക്കെ കണ്ട ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഏകദേശം അതിൻ്റെ ഒരു ക്യാരക്ടറൊക്കെയാണ് നമ്മുടെ ഈ വണ്ടി കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം, ഫ്രണ്ട് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനകത്ത് ചെറിയൊരു DRL സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. DRL നമ്മൾ നോക്കുന്ന ടൈം ഇവിടെ ആണെങ്കിൽ ചെറിയ 2 DRL വന്നേക്കുന്നത്. ചെറുതെന്നല്ല, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് അധികം DRLൻ്റെ ആയിട്ടൊരു ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ട്രയംഫിൻ്റെ ചെറിയ ലോഗോയും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഉണ്ട്. നമ്മുടെ 43mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് കൊടുത്തപ്പോൾ ഉണ്ട്. സസ്പെൻഷൻ്റെ ഫീലൊക്കെ പറയുന്ന ടൈമിൽ ഒരുവിധം ടൈറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള സസ്പെൻഷൻ തന്നെ കേട്ടോ. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലേ, LED ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത്. പിന്നെ മൾഗാർഡൊക്കെ വന്നേക്കുന്നുണ്ടല്ലേ. ഇത് ഫൈബറാണ് വന്നേക്കുന്നത്, എന്നാലും നല്ല ഫിനിഷും നല്ല ക്വാളിറ്റിയും തോന്നുന്ന ഒരു ഫൈബർ പീസ് കേട്ടോ. ഇത് 300mm ഡിസ്ക് കേട്ടോ വന്നേക്കുന്നത്. എനിക്ക് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് കേട്ടോ. വലിയൊരു ബൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ ബ്രേക്കിങ്ങാണ്, എന്ന് വെച്ചാൽ കുഴപ്പമില്ല. വണ്ടി പിടിച്ചെടുത്താനുള്ള എല്ലാ ബ്രേക്കിങ്ങും ഉണ്ട്. എന്നാലും ഒരു നമ്മൾ KTM-ലൊക്കെ കണ്ടുവന്നേക്കുന്ന ഒരു ഇനീഷ്യൽ ബൈറ്റില്ലേ, അത് ഇതിനകത്ത് നമുക്ക് മിസ്സിങ് കേട്ടോ. എന്ന് വെച്ചാൽ 300mm ഇതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ KTMസിലൊക്കെ കണ്ടുവന്നേക്കുന്നതെന്ന് വെച്ചാൽ 320mm. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ തന്നെ സ്ക്രാംബ്ലർ വേരിയൻ്റ് ഉണ്ട്. അതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 320mm ഡിസ്ക് വന്നേക്കുന്നത്. സൂപ്പർ ട്രയംഫ് തന്നെ കേട്ടോ. എനിക്ക് അതിൻ്റെ കാര്യത്തിലങ്ങ് യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ വീൽസിൻ്റെ സെക്ഷൻ നോക്കുന്ന ടൈമിൽ ഒരു 17 ഇഞ്ച് വീൽസ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ സ്ക്രാംബ്ലർ X ഉണ്ട്, അതിനകത്ത് 19 ഇഞ്ച് വീൽസാണ് വന്നേക്കുന്നത്. വലിയ സസ്പെൻഷൻ വരുന്നുണ്ട്, വലിയ വീൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടയറിൻ്റെ സൈസ് നോക്കുന്ന ടൈമിൽ 110/17 ടയേഴ്സ് കേട്ടോ ഫ്രണ്ട് വന്നേക്കുന്നത്. റേഡിയൽ ടയേഴ്സ് വന്നേക്കുന്നത്. പോളോയുടെ H1 എന്ന് പറയുന്ന ഒരു ടയർ യൂണിറ്റ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. കിടിലം ഗ്രിപ്പും കിടിലം കോൺഫിഡൻസും കേട്ടോ. നമ്മളാണെങ്കിൽ കോർണർ ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കിടിലം ഫീഡ്ബാക്ക് കേട്ടോ. ടയറിൻ്റെ ഭാഗത്തുനിന്നായിരുന്നെങ്കിലും സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്നായിരുന്നെങ്കിലും നമുക്ക് കിട്ടുന്ന കിടിലം കേട്ടോ. പിന്നെ ആണെങ്കിൽ ചെറിയൊരു റേഡിയേറ്ററും കാര്യങ്ങളും ഇവിടെ കൊടുത്തേപ്പോൾ ഉണ്ട്. ചെറിയ റേഡിയേറ്റർ എന്ന് പറയുമ്പം ഒരുവിധം നമ്മൾ സാധാരണ വണ്ടി വന്നേക്കുന്ന പോലുള്ള ഒരു റേഡിയേറ്റർ സെറ്റപ്പ് അല്ല കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിലാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. രസമുണ്ട്, ഒരു റെട്രോ ബൈക്കിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കുന്ന നമ്മുടെ എക്സോസ് പൈപ്പ് പോയേക്കുന്ന കാണാം. അത്യാവശ്യം നല്ല എക്സ്പോസ്ഡ് ആയിട്ടാണ് പോയേക്കുന്നത്. നമുക്ക് തൊടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അറിയാതെ നേരത്തെ ഒന്ന് തൊട്ട് നോക്കിയതാണ്, നല്ലോണം പണി കിട്ടി. നമ്മുടെ ടാങ്ക് നോക്കുന്ന ടൈമിൽ ടാങ്കൊക്കെ കാണാൻ അത്യാവശ്യം നല്ല കിടിലം ഫീൽ കേട്ടോ. എന്ന് വെച്ചാൽ കിടിലം ഫിനിഷിങ്, കിടിലം ലുക്കുമാണ് ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന്. വലിയൊരു ട്രയംഫിൻ്റെ ലോഗോ ഉണ്ട്, ട്രയംഫ് എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമില്ല, അതെല്ലാം കിടിലമായിട്ടുണ്ട്, അതെല്ലാം കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിലാണെങ്കിൽ ഒരു 398cc DOHC സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആട്ടോ വന്നേക്കുന്നത്. 40 PS പവറും ഏകദേശം ഒരു 37 Nm ടോർക്കും ഈ വണ്ടിക്കകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ടോർക്കിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ടോർക്ക് കേട്ടോ. നമുക്ക് ഏത് RPM-ലും ഏത് ഗിയറിലും ഇൻസ്റ്റൻറ്റ് ടോർക്ക് കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ തിരിച്ചാൽ മതി, ഇൻസ്റ്റൻറ്റ് പവർ, ഇൻസ്റ്റൻറ്റ് ടോർക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മളെല്ലാ ട്രയംഫിൻ്റെ ബൈക്സ്, എല്ലാ ബിഗ് ബൈക്സിലൊക്കെ കാണുന്ന പോലെ അതെ ആ എൻജിൻ കവറെല്ലാം കണ്ടില്ലേ, സ്ക്രൂ എല്ലാം ചെയ്തേക്കുന്നുണ്ടല്ലേ,
അതെല്ലാം കിടിലമായിട്ടുണ്ട് കേട്ടോ, അതെല്ലാം കിടിലമായിട്ട് ചെയ്തേക്കുന്നത്, അതിലൊന്നും നോ ഇഷ്യൂസ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹീറ്റ് ഷീൽഡ് പോലെ ഒരു സംഭവം കൊടുത്തേപ്പുണ്ട് കേട്ടോ. ഫുഡ് റെസ്റ്റിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് തെന്നിപ്പോകുന്നൊരു ഫീലുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഫീലുണ്ട് കേട്ടോ. ഓടിക്കുന്ന ടൈമിൽ പല തവണയാണെങ്കിൽ കാല് തെന്നിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കിടിലും സീറ്റ് കേട്ടോ, നല്ല കുഷനിങ് കേട്ടോ. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും കിടിലുമായിട്ടിരുന്ന് പോകാൻ പറ്റും. പില്ലിയൻ്റെ ഇത് നോക്കിയാലും അങ്ങനെ തന്നെ. പിന്നെ എന്തേ സൈഡ് നോക്കുന്ന ടൈമിൽ ട്രയംഫ് എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. ടെയില് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ടെയില്, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ടെയിൽ സെക്ഷൻ കേട്ടോ. ഈ ബാക്കിലത്തെ ടയർ വന്നേക്കുന്നത് 150/60 R70 ടയറാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോളോൻ്റെ H1 ടയേഴ്സ് കേട്ടോ വന്നേക്കുന്നത്. ഫ്രണ്ടിലത്തെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ കിടിലം ഫീലും ഫീഡ്ബാക്കും തരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ഗ്രാബ് റെയിൽ സെറ്റപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ഡിസ്ക് സൈസ് നോക്കുന്ന ടൈമിൽ 30mm ഡിസ്ക് കേട്ടോ വന്നേക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇത് കണ്ടില്ലേ, ചെറിയൊരു ആട്ടം പോലെയൊക്കെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന്. ഇത് കണ്ടില്ല, ചെറിയൊരു ആട്ടം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിക്കകത്ത് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 790 mm ആട്ടോ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. അത് വെച്ചിട്ട് എനിക്ക് രണ്ട് സൈഡും പ്ലാഞ്ചഡ് ഫുട്ടില്ല, എന്നാലും കിടിലുമായിട്ട് കാല് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡും പ്ലാഞ്ചഡ് ഫുട്ടല്ല വരുന്നത്, എന്നാലും കുഴപ്പമില്ല. നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഹാൻഡിൽ ബാർ നോക്കുന്ന ടൈമിൽ ഒരു കിൽ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്, പിന്നെ ആണെങ്കിൽ ഒരു ഹസാർഡ് വന്നപ്പോൾ ഉണ്ട്, പിന്നെ ഇഗ്നിഷൻ. ഇത്രയാണ് ഈ സൈഡിൽ വന്നേക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇപ്പുറത്ത് നമ്മൾ നോക്കുന്ന ടൈമിൽ ലൈറ്റിൻ്റെ യൂണിറ്റ് ആട്ടോ ഇവിടെ വന്നേക്കുന്നത്. ഡിം, ബ്രൈറ്റ്, പാസ്, അങ്ങനെ സംഭവങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് DRL മാത്രമായിട്ട് ഇടാൻ പറ്റുന്നതും ഇവിടെ DRL ഓഫ് ചെയ്യാൻ പറ്റുന്നത്. ഇത് പിന്നെ ആണെങ്കിൽ ഈ ക്ലസ്റ്ററിലുള്ള കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് വരുന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരു ഓഡോമീറ്റർ വന്നപ്പോൾ ഉണ്ട്, ട്രിപ്പ് 1 വന്നപ്പോൾ ഉണ്ട്, ട്രിപ്പ് 2 വന്നപ്പോൾ ഉണ്ട്, പിന്നെ ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ കിടക്കുന്ന പെട്രോൾ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ളൊരു ഇതും വന്നപ്പോൾ ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ഹോണൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഈ മീറ്റർ നോക്കുന്ന ടൈമിൽ നമ്മുടെ സ്പീഡോ മീറ്റർ കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്, ഈ അനലോഗായിട്ട് കാണിച്ചേക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ എന്ന് വെച്ചാൽ ഒരു RPM മീറ്റർ ഇവിടെ ഇങ്ങനെ കാണിച്ചായിരുന്നെങ്കിൽ കിടിലമായതിനെ. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ആ സ്പീഡോ മീറ്റർ വന്നായിരുന്നെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള സ്പീഡോ മീറ്ററും, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് അനലോഗായിട്ടുള്ള ഒരു RPM മീറ്ററും വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ചെയ്തതാണ്, എനിക്ക് അങ്ങനെയുള്ള മീറ്റർ കൂടുതൽ ഇഷ്ടം. പിന്നെ ടിപ്പിക്കൽ നമ്മൾ ട്രയംഫിലൊക്കെ വന്നേക്കുന്ന പോലെ ഒരു സൈഡിലായിട്ട് ആ ടാങ്കിൻ്റെ യൂണിറ്റും കാര്യങ്ങളും വന്നേക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുന്ന ടൈമിൽ ഇവിടെ ട്രയംഫ് എന്നൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കിടിലോ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കേട്ടോ, സ്വിച്ച് ക്വാളിറ്റി ആയാലും എല്ലാം. പിന്നെ ഈ നമ്മളെ ബാരൻ മിറേഴ്സ് നോക്കിയാലും അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള മിറർ കേട്ടോ. എന്ന് വെച്ചാൽ അധികം വൈബ്രേഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ മിററിനകത്ത്. അതേ ഗൈസ്, നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതാണ് എൻ്റെ നോർമൽ റൈഡിങ് സ്റ്റാൻസ്. എനിക്ക് ഫ്രണ്ടിലോട്ട് ലീനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു റൈഡിങ് പോസ്റ്റർ കേട്ടോ. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ ഫുഡ് പെക്സ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ താഴത്ത് തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ ഫോർവേഡ് സെറ്റും അല്ല ബാക്ക്വേർഡും അല്ല, നേരെ താഴത്ത് തന്നെ വരുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് ഏൽപ്പിച്ചു തരാം. എക്സസ് നോട്ടൊക്കെ കിടില്ല കേട്ടോ കേൾക്കാനായിട്ട്. വണ്ടിയുടെ ഒരു റൈഡ് ഫീൽ എന്നൊക്കെ പറയുന്നത്, വണ്ടി അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. ഇത് RPM പവർ കിട്ടും. നമുക്ക് ഏത് RPM പവർ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ത്രോട്ടിൽ ഇരിക്കുക, അത്രേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റ് പവർ കേട്ടോ. എന്ന് വെച്ചാൽ എപ്പോഴും ആ ടോർക്ക് നമ്മളെ ഇങ്ങനെ കിക്കിങ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഒരു ഏറിൽ ടോർക്ക് കിക്ക് ചെയ്യുന്ന ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു ബൈക്കാണ്. ചിലവർ ചോദിക്കും ഇതിന് ഡൊമിനാറിൻ്റെ എഞ്ചിനുമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യം ഉണ്ടോ, എക്സോസ് നോട്ട് കേൾക്കുമ്പോൾ ഡൊമിനാർ പോലെയൊക്കെ തോന്നുന്നൊക്കെ. പക്ഷേ അതൊക്കെ വെറും തോന്നലുകൾ മാത്രം കേട്ടോ. ഇത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഡൊമിനാറുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തോന്നുന്നില്ല. വണ്ടി വേറെ ഒരു ലെവലിലുള്ള വണ്ടി കേട്ടോ. ഡൊമിനാറിന് വൈബ്രേഷൻ ഉള്ള പല സമയത്തും ഇതിന് വൈബ്രേഷൻ ഇല്ല, അതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. വണ്ടി സത്യം പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കിടിലം വണ്ടി കേട്ടോ. എപ്പോഴും റബ് ഹാപ്പി ആയിട്ടുള്ള, എപ്പോഴും
കൈ കൊടുക്കെന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ഒരു ഇതാണ്. എന്നുവെച്ചാൽ ഒരു KTM-ൻ്റെ ലെവലിലൊന്നും ആരും ചിന്തിക്കല്ലേ, ഒരു 390-യുടെ ആ ഒരു ലെവല് അങ്ങനെയുള്ള ഒരു വണ്ടിയല്ല ഇത്. നമ്മൾ ക്ലച്ച് ഫീൽ നോക്കുന്ന ടൈമിൽ ക്ലച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ്. അതിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഗിയർ ബോക്സ് നോക്കുന്ന ടൈമിലായാലും ഗിയർ ബോക്സും അത്യാവശ്യം നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഒരു പ്രോപ്പർ ട്രയംഫിൻ്റെ ഗിയർ ബോക്സ് എങ്ങനെയാണ് അതേപോലെ തന്നെ ഇതിനകത്തും ഗിയർ ബോക്സ്. നമുക്ക് ഫോൾസ് ന്യൂട്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. നമുക്ക് ചെറിയ സ്പീഡ് വേണമെങ്കിലും വലിയ ഗിയറിൽ ഓടിച്ചുകൊണ്ട് നടക്കാം. ഇപ്പോൾ ഇത് 6ാമത്തെ ഗിയറാണ്, 60 സ്പീഡ്. നമുക്ക് ഒരു നോക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ പോകാൻ പറ്റും. അതിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് വെച്ചാൽ കോൺട്ര ചെയ്യാനൊക്കെ കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് വെച്ചാൽ ടോർക്കാണ്. ടോർക്കിൻ്റെ ഒരു കളിയാണ് കേട്ടോ ഈ വണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. നമ്മൾ കോർണറിങ് ഫീലൊക്കെ നോക്കുന്ന ടൈമിൽ കോൺട്ര ചെയ്യാനൊക്കെ കിട്ടില്ല കേട്ടോ. കണ്ടില്ലേ? അത് മാത്രമല്ല അപ്പോളോൻ്റെ H1 ടയേഴ്സാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത്. അതിൻ്റെ ഭാഗത്തും ഒരു പ്രശ്നമില്ല. പിന്നെ ഗിയർ ബോക്സ് നോക്കുന്ന ടൈമിൽ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ് കിട്ടുന്നുണ്ട്. സഡനായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. റെയർ വീല് ലോക്കാക്കി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ സസ്പെൻഷൻ്റെ ഒരു ഫീലെന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കിടിലമായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. നമ്മൾ ഹൈ സ്പീഡ് പോകുന്ന ടൈമിലോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നമില്ല. പിന്നെ ഓഫ് റോഡ് പോകുന്ന ടൈമിലാണെങ്കിൽ ഒരുവിധം ചെറിയൊരു ഓഫ് റോഡൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നുവെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഓഫ് റോഡ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. എന്നാലും അത്യാവശ്യം ബ്രോക്കൺ റോഡും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് കിടിലുമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കേട്ടോ. കോൺട്ര ചെയ്യാനൊക്കെ കിടിലോ വണ്ടി. നമ്മൾ ഫ്രണ്ട് ബ്രേക്കിനെ പറ്റി സംസാരിക്കുന്ന ടൈമിൽ ഫ്രണ്ട് ബ്രേക്ക് കിടിലോ കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ 390 കണ്ടതുപോലുള്ള ഒരു മാസീവായിട്ടുള്ള ബൈറ്റ് ഒന്നുമില്ല, എന്നാലും പ്രോഗ്രസീവായിട്ടുള്ള ഒരു ബ്രേക്കിങ്ങാണ്. നമുക്ക് വണ്ടി പിടിച്ചു നിർത്താനുള്ള എല്ലാ ബ്രേക്കിങ്ങും ഉണ്ട്, പക്ഷേ ആ ബൈറ്റ് മിസ്സിങ് കേട്ടോ. ബൈറ്റ് കുറവാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. അതർവൈസ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് നോ ഇഷ്യൂ കേട്ടോ. ബാക്കിലെ സസ്പെൻഷനെ പറ്റി പറയുന്ന ടൈമിൽ ബാക്കിലെ സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു ജമ്പൊക്കെ എടുക്കുന്ന ടൈമിൽ അധികം ഇത് ഓഫ് റോഡ് ബൈക്ക് സ്ക്രാംബ്ലർ ബൈക്കൊന്നും അല്ല. ഇതിൻ്റെ സ്ക്രാംബ്ലറുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ലൊരു ജമ്പൊക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഒരു സീനും ഇല്ല കേട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിഷയമില്ല. ഇത് പ്രോപ്പർ ഒരു ട്രയംഫ് തന്നെ കേട്ടോ. നിങ്ങളാരും ബജാജിൻ്റെ കുഞ്ഞെന്നൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയും ഒന്നും ചെയ്യല്ലേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓപ്പൺ റോഡ് കണ്ടില്ലേ? ഗിയർ ഡൗൺ ചെയ്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പെട്ടെന്ന് വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇൻസ്റ്റൻറ്റ് ടോർക്ക് കേട്ടോ. എപ്പോൾ വിളിച്ചാലും ഓടി വരാൻ പറ്റുന്ന ടോർക്കാണ് ഉള്ളത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കൈ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഒരു പ്രോപ്പർ ട്രയംഫ് ബൈക്കായിട്ട് തന്നെ ഇത് ഇറക്കിയേക്കുന്ന ട്രയംഫ്. അല്ലാതെ ചെറിയ പൈസയ്ക്ക് ട്രയംഫിൻ്റെ ഒരു ലോഗോ വെച്ചിട്ട് സാധനം ഇറക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഇതൊരു പ്രോപ്പർ ട്രയംഫിൻ്റെ ബൈക്ക് തന്നെ കേട്ടോ. വണ്ടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് കടത്തി കൊണ്ട് നടക്കാം കേട്ടോ. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നമില്ല. വണ്ടി ചുമ്മാ പുട്ടാ കേട്ടോ, പുട്ട്. വണ്ടി സ്പീഡ് കയറുന്നതൊന്നും നമ്മൾ അറിയത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇനി നമ്മൾ മെയിൻ വൈബ്രേഷനെ പറ്റി പറഞ്ഞില്ലല്ലോ. വൈബ്രേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള വൈബ്രേഷൻ തോന്നിയിട്ടില്ല കേട്ടോ. ഒരു തരത്തിലെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ചെറുതായിട്ട് എനിക്കൊരു ഫീൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വൈബ്രേഷനിൽ നിന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു ബസ് ഫീൽ തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ റെഡ് ലൈൻ ചെയ്യിക്കുന്ന ടൈമിലാണെങ്കിൽ ഫുട് പെയിൻ്റെ ഭാഗത്തുനിന്നും ഈ ഹാൻഡിൽ ബാറില്ലേ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ടയറിൻ്റെ കാര്യം പറയണമല്ലോ. ടയറെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ കോൺഫിഡൻസാണ് ടയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. കിടിലൻ ഫീലാണ് കേട്ടോ. കിടിലൻ ഗ്രിപ്പിങ്ങും കിടിലൻ ബ്രേക്കിങ്ങും. ഞാൻ വിചാരിച്ചൊരു ഇതിനകത്ത് 300 mm ഡിസ്കേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മോശമായിട്ടുള്ള ബ്രേക്കിംഗ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്രേക്കിംഗ് അങ്ങനെയല്ല കേട്ടോ. കിടിലൻ ബ്രേക്കിങ്ങാണ്.
എന്ന് വെച്ചാൽ നമ്മൾ KTM കണ്ട അത്ര ഒരു ബൈറ്റ് തോന്നത്തില്ല, ഇനീഷ്യൽ ബൈറ്റ് തോന്നത്തില്ല. പക്ഷെ വണ്ടി പിടിച്ചു നിർത്താൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ബ്രേക്കിങ് ഇതിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ലൈറ്റിൻ്റെ ഒരു ഫീലൊക്കെ നോക്കുന്ന ടൈമിൽ ലൈറ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് അല്ല, എന്നാലും ഓക്കെ എന്നുള്ളൊരു ഫീലാണ് കേട്ടോ ലൈറ്റിൻ്റെ കാര്യത്തിൽ. ഓഫ് റോഡ് പോകുന്ന ടൈമിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇത് ഓഫ് റോഡ് കൊണ്ടുപോകാം കേട്ടോ. ഓഫ് റോഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ഓഫ് റോഡ് ഇറക്കിയതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചേക്കാം കേട്ടോ. ചെറിയൊരു ഓഫ് റോഡ് സെക്ഷൻ ഉണ്ട്, നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് പ്രോപ്പർ ഓഫ് റോഡ് ബൈക്കൊന്നും അല്ല, വണ്ടി അത്രയ്ക്ക് രസമുണ്ട് കേട്ടോ ഓടിക്കാൻ. നമുക്ക് ചെറുതായിട്ട് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് കൊണ്ടടയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഒരു 400 cc ഒരു അത്യാവശ്യം പവറുള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് ഓടിക്കുകയും ചെയ്യാം കേട്ടോ. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നമില്ല, വണ്ടി വേറെ ലെവലാണ് കേട്ടോ. വണ്ടി മുത്തെന്നൊക്കെ വേണമെങ്കിൽ പറയണം, മുത്ത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ചെറിയൊരു റിവ്യൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.